ക്രിസ്തു വിവിധയിടങ്ങളിൽ ഈ വചനം മുറുക്കിയുണ്ടായി. He breaks the bread in the marketplace. He breaks the bread in the religious places. എന്തിനാണ്? മുറിയപ്പെടുവാൻ ക്രിസ്തു ഈ വചനം നമുക്ക് വേണ്ടി മുറിച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ വചനം ഈ പന്തലിൽ മുറിക്കപ്പെടുകയാണ്. ദൈവമേ, അതിന് പങ്കാളിയായി തീരുവാൻ നീ എന്നെ എടുത്തുപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിവന്ദ്യ തിരുമേനി പറഞ്ഞതുപോലെ, സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ, ഞാൻ വെല്ലൂരിൽ നിന്നാണ് കടന്നു വരുന്നത്. ആരും അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കാത്ത ഇടമാണ്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനുഷ്യൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരിടത്തു നിന്ന്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് പലതരത്തിലുള്ള ആരോഗ്യമുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് മെൻ്റൽ ഹെൽത്താണ്, രണ്ട് ഫിസിക്കൽ ഹെൽത്താണ്, മൂന്ന് സോഷ്യൽ ഹെൽത്താണ്, ഇതിൻ്റെ അവസാനം ഒരു സ്പിരിച്വൽ ഹെൽത്ത് ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഈ സ്പിരിച്വൽ ഹെൽത്ത് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, മെൻ്റൽ ഹെൽത്തും സോഷ്യൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തും ഒക്കെ അപ്രസക്തമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, നീ സ്പിരിച്വലായി ആത്മീകമായി എന്നെ ഒന്ന് ആരോഗ്യമുള്ളവനാക്കി തീർക്കണം. ആത്മീകമായി നീ എന്നെ ഒന്ന് ആരോഗ്യമുള്ളവനാക്കി തീർക്കണം. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്, സ്പിരിച്വാലിറ്റി ഈസ് നോയിങ് ആൻഡ് എക്സ്പീരിയൻസിങ് ഗോഡ് എന്നാണ്. ദൈവത്തെ അറിയുകയും ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി എങ്കിൽ ഇന്ന് രാത്രികാലം ആ ദൈവത്തെ അറിയുവാനും ആ ദൈവത്തെ അനുഭവിപ്പാനും എനിക്ക് സാധിക്കണം. 3 തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഈ കാലങ്ങളിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. ഒന്ന് എൻ്റർടൈൻമെൻറ്റ് സ്പിരിച്വാലിറ്റിയാണ്. ഈ എൻ്റർടൈൻമെൻറ്റ് സ്പിരിച്വാലിറ്റിയിൽ പള്ളിയിൽ വരുന്നുണ്ട്, സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമാണ്. ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി വിളമ്പാനും ഇടവക ദിനത്തിന് വിളമ്പിക്കൊടുക്കുവാനും കരോൾ റൗണ്ട്സിന് പാട്ടുപാടുവാനും വരുന്ന സ്പിരിച്വാലിറ്റിയിൽ ഇന്ന് നാം തിമിർക്കുകയാണ്. രണ്ട്, ഈ എൻ്റർടൈൻമെൻറ്റ് സ്പിരിച്വാലിറ്റിയും രണ്ട് സെൽഫിഷ് സ്പിരിച്വാലിറ്റിയാണ്. ഞാനും എൻ്റെ ആത്മീയതയും എൻ്റെ ആത്മീയ സ്പേസിലേക്ക് ഞാൻ ആരെയും കയറ്റുകയില്ല. എൻ്റെ ആത്മീക ജീവിതം അതെൻ്റെ മാത്രമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ മാത്രമാണ്. ഇതെന്താണ് പ്രിയപ്പെട്ടവരെ? സെൽഫിഷ് സ്പിരിച്വാലിറ്റിയുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഒരു ഒതൻറ്റിക് സ്പിരിച്വാലിറ്റിയിൽ യഥാർത്ഥമായ ഒരാത്മീയ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ, ഒരു ഒതൻറ്റിക് സ്പിരിച്വാലിറ്റിയിൽ ദൈവമേ, നീ ഇന്നവൻ എന്നെ ഇവിടുന്ന് മടക്കി അയക്കണമേ എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ 5 വർഷക്കാലം ഒരു മിഷൻ ഫീൽഡിൽ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു ദിവസം രാവിലെ മഴ നന്നായിട്ട് പെയ്ത തലേ ദിവസം രാത്രിയിൽ പിറ്റേ ദിവസം രാവിലെ ഒരു വിശ്വാസി, ഒരു സീക്കർ, ഒരു യുവാവ് എൻ്റെ അടുക്കൽ കടന്നു വന്നു. ഏകദേശം 7 മണിയായപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഓർത്തു, എന്തെങ്കിലും ആവശ്യവുമായി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുവാൻ വന്നതാണ്. അവൻ പറയുകയാണ്, അച്ഛാ, ഇന്നലെ പെയ്ത തകർത്ത മഴയിൽ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചു അവന് എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിക്കുവാൻ വന്നതായിരിക്കും. ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? അവനോട് പറഞ്ഞു, ഇന്നലെ പെയ്ത മഴയിൽ എൻ്റെ ഒരു വീടിൻ്റെ ഭാഗം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ബൈബിള് ആ റൂമിലായിരുന്നു അച്ഛാ. അപ്പോൾ എന്താണ് നിനക്ക് വേണ്ടത്? അച്ഛാ, ഇന്ന് രാവിലെ ബൈബിള് വായിക്കുവാൻ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബൈബിള് ഈ തകർന്നു പോയ എൻ്റെ മുറിക്കുള്ളിൽ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ അടങ്ങിയിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ ഓടി വന്നത് എന്തെങ്കിലും സഹായം ചോദിക്കുവാനല്ല, എനിക്ക് നഷ്ടപ്പെട്ടു പോയ തിരുവചനം എനിക്ക് വായിക്കണം വെച്ചാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു യുവാവ് വന്ന് പറയുകയാണ്, നമ്മളായിരുന്നെങ്കിൽ എന്തു പറഞ്ഞേനും, അടുത്ത മാരാമൺ കൺവെൻഷൻ വരെ നോക്കിയിരിക്കാം, സഭാ ബുക്കുട്ടി പോയി മനോഹരമായ വേറൊന്ന് വാങ്ങിക്കാം. പ്രിയപ്പെട്ടവരെ,
അവന് ഞാനൊരു പുതിയ നിയമത്തിൻ്റെ പ്രതി കൊടുത്തു. അവൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. കാരണം ഒരു ദിവസം പോലും ഈ വചനത്തിൻ്റെ തണലിൽ നിന്ന് എനിക്ക് മാറി നിൽക്കുവാൻ സാധിക്കില്ല അച്ഛാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അടൂര് ഈ ഡയോസസിലുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഈ വചനത്തിൻ്റെ തണലിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കരുത്. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർ കണ്ണുനീരോടെ വായിച്ച ഈ പുസ്തകത്തിന് മുൻപിൽ കണ്ണും പൂട്ടിയിരിക്കുന്ന പുതിയ തലമുറയിൽ, ന്യൂ ജനറേഷൻ, ആധുനിക വക്താക്കളായി നാം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ വചനം ഇവിടെ മുറിക്കപ്പെടുകയാണ്. ഈ വചനത്തിൻ്റെ അംശികളായി തീരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്ന് ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ പാഠഭാഗമായി വായിച്ച വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21ഉം 22ഉം വാക്യങ്ങളാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അതൊന്ന് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം ഏൻഷ്യന്റ് ഇസ്രായേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയും 5 ദുഃഖ കീർത്തനങ്ങൾ അടങ്ങിയ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ രചയിതാവ് യിരെമ്യാ പ്രവാചകൻ എന്ന് കരുതപ്പെടുന്നു. ഇസ്രായേൽ യഹൂദ ജനതയുടെ വിലാപങ്ങളെ പദ്യ രൂപത്തിൽ പരാമർശിച്ചിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. എബ്രായ കാനോനിൽ വിലാപങ്ങൾ യക്ക എന്നാണ് അറിയപ്പെടുന്നത്. യക്ക എന്ന വാക്കിൻ്റെ അർത്ഥം അയ്യോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, കഠിനമായ നൊമ്പരങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിൽ മനുഷ്യൻ്റെ അന്തരംഗത്തിൽ നിന്ന് പുറത്തു വരുന്ന വേദനയുടെ ശബ്ദമാണ് അയ്യോ എന്ന നാമം. ഈ പുസ്തകം നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് കഷ്ടതകളെ വിശ്വാസം കൊണ്ടും വേദനകളെ പ്രത്യാശ കൊണ്ടും ജീവിതത്തിലെ പരീക്ഷകളെ പുതുക്കത്തിൻ്റെ അനുഭവം കൊണ്ടും നാം നേരിടണം എന്നാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നത്. ഒരു ജനതയുടെ കണ്ണുനീരിൻ്റെ പുസ്തകം, ഒരു ജനതയുടെ കഷ്ടപ്പാടിൻ്റെ പുസ്തകം, ഒരു ജനതയുടെ കരച്ചിലിൻ്റെ പുസ്തകം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് നോട്ട് ഇൻ ദ സെൻട്രൽ പ്ലേസ്. ദൈവം മുഖ്യധാരയിൽ ഇല്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. ദൈവത്തിൻ്റെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളൊന്നും ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. There is no faith affirmation in this book. ദൈവത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളൊന്നും ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. ഒരു ചിന്തകൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്, എൻ്റെ മുറിവുകളുടെ മുൻപിലെ കണ്ണാടിയാണ് ഈ പുസ്തകം. എൻ്റെ മുറിവുകളുടെ മുൻപിലെ കണ്ണാടിയാണ് ഈ പുസ്തകം. അദ്ദേഹം പറയുകയാണ്, ലോകത്തിൻ്റെ മുറിവുകളുടെ മുൻപിലെ കണ്ണാടിയാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ മൗനവും ദൈവത്തിൻ്റെ അസാന്നിധ്യവും. എന്താണ് ജനത്തിൻ്റെ വിലാപത്തിന് കാരണം? എന്തുകൊണ്ടാണ് ജനം വിലപിക്കുന്നത്? ഒന്ന്, ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ടെമ്പിൾ. യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ചയാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ചയുണ്ടാകുമ്പോൾ ജനം വിലപിക്കുകയാണ്. ദേവാലയം ദൈവം വസിക്കുന്ന ഇടമാണ്, ഒരിക്കലും തകർക്കപ്പെടില്ല എന്ന് ജനം ചിന്തിച്ച ഇടം. ദേവാലയം തകരുമ്പോൾ ഉയരുന്നത് നിലവിളിയാണ്. ദേവാലയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രസക്തമാകുമ്പോൾ ഉയരുന്നത് നിലവിളിയാണ്. ദേവാലയവുമായി ബന്ധപ്പെട്ട ജീവിതങ്ങൾ തളരുമ്പോൾ ഉയരുന്നത് നിലവിളിയാണ്. പ്രിയപ്പെട്ടവരെ, 2, എന്താണ് ജനം നിലവിളിക്കുവാനുള്ള കാരണം? ദാവീദ് സിംഹാസനത്തിൻ്റെ തകർച്ചയാണ്. സിംഹാസനം തകർക്കപ്പെടില്ല എന്ന് ജനം ചിന്തിക്കുകയാണ്. ശൗലിന് ശേഷം ദൈവം തിരഞ്ഞെടുത്ത ദാവീദിൻ്റെ സിംഹാസനം. 2 ശമൂവേൽ 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്ന കാര്യം ഇതാണ്, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഈ സിംഹാസനം തകരുമ്പോൾ ഉയരുന്നത് നിലവിളിയാണ്. 3,
എന്താണ് ജനത്തിൻ്റെ നിലവിളിക്ക് കാരണം? എക്സൈൽ, പ്രവാസം. ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ അടിമത്തം ഉണ്ടാവുകയില്ല എന്ന് ജനം ചിന്തിക്കുന്നിടത്ത് ഇതാ വീണ്ടും ഒരു എക്സൈൽ, ഒരു പ്രവാസം, എല്ലാം വിട്ട് പോകേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരെ, മിസ്രൈമി അടിമത്തിന് ശേഷം ഇനിയും ഒരടിമത്തം ഉണ്ടാകുമെന്ന് ജനം ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഉയരുന്നത് നിലവിളിയാണ്. 4, ഉടമ്പടി ബന്ധത്തിൻ്റെ തകർച്ച. ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധം തകരുമ്പോൾ ഉയരുന്നത് നിലവിളിയാണ്. ദേവാലയത്തിൻ്റെ തകർച്ചയും സിംഹാസനത്തിൻ്റെ തകർച്ചയും പ്രവാസവും ഉടമ്പടി ബന്ധത്തിൻ്റെ തകർച്ചയും ജനത്തെ വിലാപത്തിലേക്ക് തള്ളിവിടുകയാണ്. ഉയരുന്നത് നിലവിളിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിലാപങ്ങളിൽ നീറുന്ന ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നത് എ ഷട്ടേർഡ് കമ്മ്യൂണിറ്റി. എന്താണ്? തകർന്നു പോയ ഒരു സമൂഹമായി ഇതാ ജനം തീർന്നിരിക്കുകയാണ്. കാരണം ദേവാലയം തകർന്നു, സിംഹാസനം തകർന്നു, ഉടമ്പടി ബന്ധം തകരുമ്പോൾ ഇതാ ജനം തകർച്ചയുടെ അവസ്ഥയിലേക്ക് പോവുകയാണ്. 2, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തങ്ങളിൽ തന്നെ ഒതുങ്ങിപ്പോയ ഒരു സമൂഹം, എ സെൽഫ് ബേസ്ഡ് കമ്മ്യൂണിറ്റി. ജീവിതത്തിൽ തങ്ങളിൽ തന്നെ ഒതുങ്ങിപ്പോയ ഒരു സമൂഹമായി മാറുകയാണ്. 3, ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. സ്വത്വബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹം. പ്രവാസം തങ്ങളുടെ സ്വത്വബോധത്തെ തകർക്കുകയാണ്, അവരുടെ സംസ്കാരത്തെ തകർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉയരുന്നത് നിലവിളിയാണ്. എവിടെ സ്വത്വബോധം തകരുന്നു അവിടെ ഉയരുന്നത് നിലവിളിയാണ്. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് തന്നെ അയ്യോ എന്നുള്ള നിലവിളിയോട് കൂടിയാണ്. ബൈബിളിൽ ഒരു പുസ്തകവും ഇങ്ങനെ നിലവിളിയോട് ആരംഭിക്കുന്നില്ല. അയ്യോ, 1-ാം വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായിരിക്കുന്നത് എങ്ങനെ? ജാതികളിൽ മഹതിയായവൾ വിധവയെ പോലെ ആയത് എങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായികയായവൾ ഊഴിയ വേലക്കാരത്തിയെ പോലെ ആയത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ജനത്തിൻ്റെ തകർച്ചയുടെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമാകേണ്ടവർ ദൈവത്തെ തങ്ങളുടെ കയ്യിലെ ഉപകരണമാക്കി. ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമാകേണ്ടവർ ദൈവത്തെ തങ്ങളുടെ കയ്യിലെ ഉപകരണമാക്കി എന്നുള്ളതാണ്. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകം ഇസ്രായേൽ ജനതയുടെ, ദൈവജനത്തിൻ്റെ ദുഃഖം മാത്രമല്ല പറയുന്നത്. ഈ പുസ്തകത്തിൽ ഒരു പ്രത്യാശയുടെ ദൂതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങളെല്ലാവരെയും ഈ ദുഃഖത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇവിടുന്ന് മടക്കി അയക്കുവാനല്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഈ പുസ്തകത്തിൽ ആമീൻ ഒരു പ്രത്യാശയുടെ ദൂതുണ്ട്. ആമീൻ. ദുഃഖത്തിൻ്റെയും വേദനയുടെയും നിരാശയുടെയും അവസ്ഥയിൽ നാം കടന്നു പോകുമ്പോൾ വിലാപങ്ങൾ വിലപിക്കുന്ന ജനത്തിന് ഒരു പ്രത്യാശയുടെ ദൂത് ഈ പുസ്തകത്തിൽ നൽകുന്നു എന്നുള്ളതാണ്. നിരാശയുടെ മധ്യത്തിൽ അവർ ഏകരല്ല. നിരാശയുടെ മധ്യത്തിൽ നാം ഏകരല്ല എന്ന് ഈ പുസ്തകം നമ്മോട് പറയുന്നു. കാതറിൻ ഓ'കോർണർ എന്ന് പറയുന്ന ചിന്തകൻ ഇപ്രകാരം ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലമെന്റേഷൻ ഇസ് എ ബുക്ക് ഓഫ് കംഫോർട്ട്. ആശ്വാസത്തിൻ്റെ, സ്വാന്തനത്തിൻ്റെ ഒരു പുസ്തകമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. ജനത്തിൻ്റെ ഏകാന്തതയുടെ നടുവിൽ അവർ ഒറ്റയ്ക്കല്ല. ദ സിറ്റുവേഷൻ ഓഫ് ദ ജെറുസലേം ഈസ് ടെമ്പററി. ഇതൊരു താൽക്കാലികം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ അനുതാപം അനുഗ്രഹത്തിന് കാരണമാകുന്നു. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ പരിശുദ്ധ ജീവിതത്തിലേക്കും കുറവുകൾ ഏറ്റുപറയുന്നതിലൂടെ കറതീർന്ന ജീവിതത്തിലേക്കും ശരിയായ അനുതാപ ജീവിതത്തിലൂടെ ശരിയായ ആത്മീക ജീവിതത്തിലേക്കും നയിക്കപ്പെടുമെന്ന് ഈ പുസ്തകം നമ്മോട് പറയുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് 3 കാര്യങ്ങൾ, യഹൂദ ജനതയുടെ, ഇസ്രായേൽ ജനതയുടെ അനുതാപത്തിലേക്കുള്ള 3 ചവിട്ട് പടികൾ, ദൈവ ജനത്തിൻ്റെ അനുതാപത്തിലേക്കുള്ള 3 ചവിട്ടുപടികൾ നിങ്ങളോട് ഒരുമിച്ച് ചിന്തിച്ച് ഇന്ന് വചനം അവസാനിപ്പിക്കുവാൻ അത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. 1, അനുതാപത്തിലേക്ക് എന്താണ് ജനം ചെയ്തത്?
അനുതാപത്തിലേക്ക് പോകുന്ന ജനം എന്താണ് ചെയ്തത്? ഒന്ന്, they had remembered their olden days. അവർ തങ്ങളുടെ പൂർവ കാര്യങ്ങളെ ഓർത്തു. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. യെരുശലേം പണ്ടത്തെ മനോഹര വസ്തുക്കളെയൊക്കെയും ഓർക്കുന്നു. അനുതാപ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായി ജനം എന്താണ് ചെയ്തത്? അവർ പണ്ട് ദൈവം ചെയ്ത, പൂർവികന്മാരുടെ കാലത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർത്തു എന്നുള്ളതാണ്. The people of God are honoring the memories of their ancestors. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ പൂർവികരെ കുറിച്ചുള്ള ഓർമ്മകളെ അവർ ബഹുമാനിക്കുന്നു. തങ്ങളുടെ പൂർവികരെ കുറിച്ചുള്ള ഓർമ്മകളെ അവർ ബഹുമാനിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അവർ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കരുതലിനെ അവർ ഓർക്കുന്നു. ദൈവത്തിൻ്റെ വിടുതലിനെ അവർ ഓർക്കുകയാണ്. ചെങ്കടൽ അനുഭവത്തിൽ നിന്നും, മരുഭൂമി അനുഭവത്തിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും തങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ പൂർവ്വ ദിവസങ്ങളെ അവർ ഓർത്തു. പ്രിയപ്പെട്ടവരെ, അനുതാപത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി ഇതാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുക എന്നുള്ളതാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യോശുവ 4:1 മുതൽ 4 വരെ. ഈ യോർദാൻ നദി 2ആയി പിരിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായി 12 കല്ലുകൾ നാട്ടുകയാണ്. യോശുവ പറയുന്നു, ഇത് നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്താ എന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ ഈ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുൻപിൽ 2ആയി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. പ്രിയപ്പെട്ടവരെ, പൂർവ കാര്യങ്ങളെ ഓർക്കുക. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തിന് ഒരു പാട്ടുപാടി കൊടുക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, നിന്റെ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക, നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും, നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക. സങ്കീർത്തനങ്ങൾ 44:1 കോരഹപുത്രന്മാർ പാടുകയാണ്, ദൈവമേ, പൂർവ്വകാലത്തെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുകയാണ്, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, വേറെ ഒരുത്തനുമില്ല എന്ന് അവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനത്തിൻ്റെ അനുതാപത്തിലേക്കുള്ള ആദ്യത്തെ മടങ്ങിപ്പോക്ക് നിന്റെ പൂർവ്വ കാര്യങ്ങളെ ഓർക്കുക, അവിടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നീ ഓർക്കുക എന്നുള്ളതാണ്. C.H. സ്പർജൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മെമ്മറി വിൽ ഗീവ് കംഫോർട്ട് വെൻ യു ആർ ഇൻ സോറോ ആൻഡ് ഡിസ്ട്രസ്. ഓർമ്മകൾ നിന്നെ ആശ്വസിപ്പിക്കും. നീ ദുഃഖത്തിലും വേദനയിലും ആകുമ്പോൾ ഓർമ്മകൾ നിന്നെ ആശ്വസിപ്പിക്കും. ഫോർഗെറ്റ്ഫുൾനെസ് ഇസ് ഡിസാസ്ട്രസ്. മറവി വിനാശകരമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിതാക്കന്മാരുടെ നാളുകളെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരികെ പിടിക്കുവാനുള്ള നാളുകളാണ് അനുതാപത്തിലേക്കുള്ള മടങ്ങി വരവിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. റെഡ് ലേബൽ ടീയുടെ ഒരു പരസ്യമുണ്ട്, നമ്മളെല്ലാവരും അത് കണ്ടിട്ടുള്ളതായിരിക്കാം. റെഡ് ലേബൽ ടീ പവിത്രമായ ബന്ധം ടാഗ് ലൈനോടുകൂടെ ഉള്ള ഒരു പരസ്യമാണ്. അവിടെ ഒരു യുവാവ് തൻ്റെ അപ്പനെ ഒരു കാർണിവലിൽ, വലിയ ജനം കൂടുന്ന കാർണിവലിൻ്റെ നടുക്ക് ഉപേക്ഷിച്ച് പോകുവാൻ തുടങ്ങുകയാണ്. ഈ കാർണിവലിൻ്റെ മധ്യത്തിൽ തൻ്റെ പിതാവുമായി ഈ യുവാവ് വന്നു. എങ്ങനെയെങ്കിലും ഈ പിതാവിനെ ഈ കാർണിവലിൻ്റെ മധ്യത്തിൽ ജനം കൂടുന്ന ഈ തിരക്കിൻ്റെ ഇടയിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകണം. ഇവൻ അപ്പനെ ഒരിടത്ത് ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോവുകയാണ്. ഈ അപ്പനെ ഈ ജനക്കൂട്ടത്തിന് നടുവിൽ വിട്ടേച്ച് ഈ കാർണിവലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വേറൊരപ്പനും മകനും കൂടെ ഇതാ കാർണിവലിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് ആ അപ്പൻ ഒരു തോർത്തുപയോഗിച്ച് തൻ്റെ മകൻ്റെ
കയ്യിൽ ഇങ്ങനെ കെട്ടുകയാണ്. എന്താണെന്നറിയാമോ? ഈ തിരക്കിലേക്ക് ഞാനും എൻ്റെ മകനും പ്രവേശിക്കുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്ന് പോകരുത്, അതുകൊണ്ട് ഇങ്ങനെ കെട്ടുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഈ അപ്പനെ ഉപേക്ഷിച്ച ഈ മകൻ ഈ കാർണിവലിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അവൻ ആ കാഴ്ച കണ്ടപ്പോൾ അവന് പഴയ ഓർമ്മകൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എൻ്റെ അപ്പൻ എത്ര അതിശയകരമായി എന്നെ വഴി നടത്തി, എൻ്റെ അപ്പൻ എത്ര നന്നായാണ് എന്നെ നോക്കിയത്. ഇവൻ തിരിഞ്ഞ് ഓടുകയാണ്. ഈ കാർണിവലിൻ്റെ ഉള്ളിലേക്ക് എവിടെയാണോ തൻ്റെ അപ്പനെ ഉപേക്ഷിച്ചത് അതിൻ്റെ ഉള്ളിലേക്ക് അവൻ ഓടുകയാണ്. ഇവൻ ഓടിച്ചെന്നു. എവിടെയാണോ അപ്പനെ ഉപേക്ഷിച്ചത് അവിടെ മുഴുവൻ തിരഞ്ഞു. അപ്പനെ അവിടെ എങ്ങും കാണുന്നില്ല. ഇവൻ നിരാശപ്പെട്ട് ദുഃഖത്തോടുകൂടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഓടി നടക്കുകയാണ്. നോക്കുമ്പോൾ ഒരു സ്ലാബിന് മേലെ അപ്പൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു, പുണർന്നു, അപ്പനോട് സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പൻ ചോദിച്ചു, എന്താണ് മകനെ നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്? ഇവന് പറയുവാൻ ഉത്തരം ഒന്നുമില്ല. ഈ സമയത്ത് ഒരു ചായക്കാരൻ 2 ചായക്കപ്പുകളുമായി 2 ടീ ഇവർക്ക് നേരെ നീട്ടുകയാണ്. ഈ മകൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് 2 ചായ? ഞാൻ വരുമെന്ന് അപ്പന് അറിയാമായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് അപ്പൻ ഓർഡർ ചെയ്ത ചായയാണ്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അപ്പൻ അറിഞ്ഞിരുന്നു ഞാൻ വരുമെന്ന്. അപ്പാ, എന്തുകൊണ്ടാണ് അപ്പൻ 2 ടീ ഓർഡർ ചെയ്ത്? അപ്പോൾ അപ്പൻ പറഞ്ഞു, മകനെ, നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ചായ ഓർഡർ ചെയ്തു. ബന്ധങ്ങളുടെ പവിത്രത, പ്രിയപ്പെട്ടവരെ, ഹാലേലൂയ, ബന്ധങ്ങളുടെ പവിത്രത ഓർക്കുന്നവർക്ക് ഹാലേലൂയ, ഒരിക്കലും മടങ്ങി വരാതിരിക്കുവാനായിട്ട് ആവുകയില്ല. ഒരിക്കലും മടങ്ങി വരാതിരിക്കുവാനായി ആവുകയില്ല. റെയ്മണ്ട് നമുക്കറിയാം, ആൺ ഫാഷൻ്റെ പ്രധാന ബ്രാൻഡാണ് റെയ്മണ്ട്. സ്യൂട്ടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതിൻ്റെ കമ്പനിയുടെ ചെയർമാനായ വിജയ്പത് സിംഗാനിയ, അദ്ദേഹം വിമാനത്തിൽ ഒറ്റയ്ക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച മനുഷ്യനാണ്. അദ്ദേഹം MD ആയിരുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ മകന് ഈ റെയ്മണ്ടിൻ്റെ എല്ലാ ഓഹരിയും എഴുതി കൊടുത്തു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മകൻ ഈ അപ്പനെ ഒരു ചെറിയ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റിപ്പിച്ചു. എല്ലാം താൻ കൈക്കലാക്കി താൻ സ്വയം ഇതുമായി മുൻപോട്ട് പോകുന്നു. തൻ്റെ അപ്പനെ ഒരു സൈഡിലേക്ക് മാത്രം മാറ്റിവെച്ചു. റെയ്മണ്ട് സ്ഥാപനത്തിൻ്റെ ടാഗ് ലൈൻ ദ കംപ്ലീറ്റ് മാൻ ഉള്ളതാണല്ലോ. എന്നാൽ അതിൻ്റെ സ്ഥാപകന് ഇൻകംപ്ലീറ്റ് മാനായി മാറുകയാണ്. ദ കംപ്ലീറ്റ് മാൻ ഒരു ഇൻകംപ്ലീറ്റ് മാനായി മാറുകയാണ്. കാരണം സ്വന്തം മകൻ തൻ്റെ പൂർവ്വകാലങ്ങളെ മറന്നു പോകുമ്പോൾ അപ്പൻ ഒരു സൈഡിലേക്ക് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അപ്പനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു മകനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവന് സുബോധം വന്നു. എന്താണ് സുബോധം? ബന്ധങ്ങളുടെ പവിത്രത ഓർക്കുന്നതാണ്. ബന്ധങ്ങളുടെ പവിത്രത ഓർക്കുന്നതാണ് സുബോധം എന്ന് പറയുന്നത്. ഗൗതമ ബുദ്ധനോട് ഒരാൾ ചോദിച്ചു, ആരാണ് താങ്കൾ? താങ്കൾ ദൈവമാണോ അല്ല ദൈവദൂതനാണോ? ബുദ്ധൻ പറഞ്ഞു, ഞാൻ ദൈവവുമല്ല ദൈവദൂതനുമല്ല. ഐ ആം ദ അവേക്കൻ. എന്താണ്? ബോധ്യം ലഭിച്ചവനാണ്. പാപത്തിൽ നിന്നുള്ള ബോധ്യം ലഭിച്ചവനാണ്. ഐ ആം ദ അവേക്കൻ. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യമാണ് പഴയ കാര്യങ്ങളിലേക്ക് നമ്മെ നടത്തുന്നത്. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഞാൻ കടന്നു വരുന്നത് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അവിടെ ബംഗാളിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ മാരകമായ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണ്. ഞാൻ ആ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നു. ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ആ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അമ്മയുടെ ക്യാൻസർ രോഗം മാറണമല്ലോ. അപ്പോൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ ക്യാൻസർ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. എന്താണെന്നറിയാമോ? എൻ്റെ ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയ എൻ്റെ ഭർത്താവ് ഒന്ന് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കണമേ. എനിക്ക് ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ ബംഗാളിൽ നിന്ന് ഇവിടെ വരെ എന്നെ കൊണ്ടുവന്നിട്ട് എന്നെ ഉപേക്ഷിച്ച് പോയ എൻ്റെ ഹസ്ബൻഡ് മടങ്ങി വരുവാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൂർവ്വകാലങ്ങളെ നാം മറന്ന് പോയോ? 2, ഒന്ന് ഞാൻ പറഞ്ഞു, അനുതാപത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് നിന്റെ പൂർവ്വ കാര്യങ്ങളെ ഓർക്കുക എന്നുള്ളതാണ്. 2, എന്താണ് ഇസ്രായേൽ ജനം അനുതാപത്തിലേക്കുള്ള അടുത്ത ചവിട്ടുപടി? They had realized their uncleanness. തങ്ങളുടെ അശുദ്ധിയെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്.
ഒന്ന്, അവർ പൂർവ്വ കാര്യങ്ങളെ ഓർത്ത ജനം. രണ്ട്, അവർ അശുദ്ധിയെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു: അവളുടെ മലീനത ഉടുപ്പിൻ്റെ വെളുമ്പിൽ കാണുന്നു. ഹെൽപ്പ് ഫിൽത്തിനെസ് ക്ലങ്ങിങ് ടു ഹെർ സ്കേർട്ട്സ്. യെരുശലേം കഠിന പാപം ചെയ്തിരിക്കൊണ്ട് മലിനമായിരിക്കുന്നു. അവളുടെ മലിനത അവളുടെ ജീവിതത്തിൻ്റെ വെണ്മയെ ഇല്ലാതെയാക്കി തിരഞ്ഞെടുക്കപ്പെട്ട ജനം അശുദ്ധ ജനമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജനമായി ദൈവം വേർതിരിച്ച ജനം, തൻ്റെ പദ്ധതിക്കായി ദൈവം വേർതിരിച്ച ജനം അശുദ്ധിയുടെ അവസ്ഥയിൽ ജീവിക്കുകയാണ്. ഇതാ ഹല്ലേലൂയ, അവളുടെ മലീനത അവളുടെ ഉടുപ്പിൻ്റെ വെളുമ്പിൽ കാണുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഇസ്രായേൽ ജനത്തിൻ്റെ അശുദ്ധിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി, അതിനെ കല്ലുപറക്കി കളഞ്ഞു, നടുവിൽ നല്ല വക മുന്തിരി നട്ടു, നടുവിൽ ഗോപുരം പണിതു, ചുറ്റും ചക്കിട്ടു. മുന്തിരിക കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നതോ എന്താണ്? കാട്ട് മുന്തിരിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു: സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു. ഇസ്രായേൽ മക്കളുടെ അശുദ്ധിയുടെ അടയാളങ്ങൾ എന്ന് പറയുന്നത് അന്യായമായ ജീവിതം, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടിപ്പോകുന്ന സമൂഹമായി മാറി, കുടുംബ ജീവിതത്തിൻ്റെ തകർച്ച, ബന്ധങ്ങളുടെ പവിത്രത നഷ്ടമായിരിക്കുന്നു, കൂടാതെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ച. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ വചനത്തെ അവർ നിന്ദിച്ച് കളഞ്ഞു എന്ന് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്: ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. വിശുദ്ധി എന്ന് പറയുന്നത് സെറ്റേപ്പാർട്ട് നിന്ന് നമുക്കറിയാമല്ലോ. വേർതിരിക്കപ്പെട്ടതാണെങ്കിൽ അശുദ്ധി എന്ന് പറയുന്നത് അൺപ്രിപ്പയർഡ്നെസ് ആണ്, ഒരുക്കമില്ലാത്ത അവസ്ഥയാണ് അശുദ്ധി എന്ന് പറയുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ യോർദാൻ വൻകരയിൽ വന്നു നിൽക്കുന്ന ജനത്തോട് യോശുവ പറയുന്നുണ്ട്: കോൺസിക്രേറ്റ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, ഇന്ന് ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. പറയുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ പുതിയ വഴികളെ ഈ യോർദാന്റെ നടുവിൽ തുറക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഫ്രാൻസിസ് സേവിയർ പറയുന്നുണ്ട്, ജീവിതം നെയ്തിരിക്കുന്നത് ഓരോ സെക്കൻഡ് കൊണ്ടാണ്. അതിനാൽ ഈ ഓരോ സെക്കൻഡും ഞാൻ വിശുദ്ധീകരിക്കുവാനായി ശ്രമിക്കുകയാണ്. ജീവിതം നെയ്തിരിക്കുന്നത് ഓരോ സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും വിശുദ്ധീകരിക്കുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. കാലം ചെയ്ത ഈശോ മാർ തീമത്തിയോസ് തിരുമേനി 1988 ഏപ്രിൽ മാസം 11-ാം തീയതി ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ വെച്ച് കാലം ചെയ്തുള്ളൂ. തുടർന്ന് ബാംഗ്ലൂർ പ്രിംറോസ് ഇടവകയിൽ വെച്ച് ഒരു അനുസ്മരണ സമ്മേളനത്തിൽ MV എബ്രഹാം അച്ഛൻ തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു: ഞാൻ തിരുമേനിയെ ബഹുമാനിക്കുന്നതിന് കാരണം നസ്രയനായ യേശുവിനെ ജീവിതത്തിലും വിശ്വാസത്തിലും ഒരു പരിധിവരെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു എളിയ വിശ്വാസി ആയിരുന്നതുകൊണ്ടാണ്. വിശുദ്ധി കൊണ്ട് തൻ്റെ ജീവിതം മെനഞ്ഞെടുത്ത ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ടാണ്. 1905 മുതൽ 1940 വരെ അങ്കോല, കാർവാർ, കുംഡ, ഹൊണവാർ എന്നീ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്ത ഒരു PT ഗീവർഗീസ് അച്ഛനുണ്ട്. അച്ഛനെ വിളിക്കുന്നത് വേങ്ങേൽ അച്ഛൻ എന്നാണ്. ഈ അങ്കോലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടത്ത്, അച്ഛൻ താമസിച്ചിരുന്ന ഇടത്ത് ആ നാട്ടുകാർ വിളിക്കുന്നത് പാതിരി ഭാഗം എന്നാണ്. പാതിരി ഭാഗം. ഈ അച്ഛൻ താമസിച്ച ഇടത്ത് ആ നാട്ടിലുള്ള ആൾക്കാർ വിളിക്കുന്നത് പാതിരി ഭാഗമെന്ന്. തൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് ഒരിടത്തെ പാതിരി ഭാഗം ആക്കി മാറ്റിയ മനുഷ്യനാണ് PT ഗീവർഗീസ് അച്ഛൻ. ഒരു ദേശക്കാർ മുഴുവൻ ആ നാടിനെ, ആ ഇടത്തെ പാതിരി ഭാഗം എന്ന് വിളിക്കണമെങ്കിൽ തൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് ആ ജനത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിനെ
ഉള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് വിശുദ്ധ ജീവിതവുമുണ്ട്, വിരുദ്ധ ജീവിതവും ഉണ്ട്. കൽപ്പറ്റ നാരായണൻ എന്ന കവി ഗാന്ധി മാർഗം എന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഗാന്ധിയായി വേഷം കെട്ടുവാൻ എളുപ്പമാണ്, കെട്ടിയ വേഷം ഒന്ന് അഴിച്ചു കളഞ്ഞാൽ മാത്രം മതി. ഗാന്ധിയായി വേഷം കെട്ടുവാൻ എളുപ്പമാണ്, കെട്ടിയ വേഷങ്ങൾ ഒന്ന് അഴിച്ച് വെച്ചാൽ മാത്രം മതി. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ സഭയെ വിശ്വാസികളെ വിളിക്കുന്നത് വിശുദ്ധർ എന്നാണ്. വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടവരെ പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്നത് വിശുദ്ധർ എന്നാണ്. ആൻഡ്രൂ മുറേ എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധിയുള്ള ശുശ്രൂഷകൻ ദൈവ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധം അത്രേ. നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഒരു വിശുദ്ധിയുടെ അവസ്ഥ ഉണ്ടാകണം. നമ്മുടെ സാമൂഹിക ഇടങ്ങളിൽ ഒരു വിശുദ്ധിയുടെ അവസ്ഥ ഉണ്ടാകണം. നമ്മുടെ റിലീജിയസ് സ്പേസിൽ ഒരു വിശുദ്ധിയുടെ അനുഭവം ഉണ്ടാകണം. ഈ യാക്കോബിനോട് ദൈവം പറയുന്നു, നീ ബഥേലിൽ പോയി താമസിക്കുക. കാരണം ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായ ഇടമാണ്. അവിടെ പോയി താമസിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായ ഇടത്ത് പോയി താമസിക്കുക എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും: നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. കാരണം നാം പോകുന്നത് എനിക്കാദ്യമായി ദൈവത്തിൻ്റെ അനുഭവം ലഭിച്ച ഇടത്താണ്. ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായ ഇടത്ത് വിശുദ്ധിയോടെ ജീവിക്കുവാൻ തൻ്റെ കുടുംബത്തെ യാക്കോബ് പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ ഇപ്രകാരം വായിക്കുന്നു. എൻ്റെ കുമ്പസാര പ്രാർത്ഥനയിൽ ഇപ്രകാരം നാം ഏറ്റുപറയുകയാണ്: സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ചു, സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയും. ദൈവമേ, വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു, നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. ഒരു വ്യക്തി സ്വയം ഏറ്റുപറയുകയാണ്: എൻ്റെ ജീവിതം അശുദ്ധിയുടെ ഇടമായി തീർന്നിരിക്കുന്നു, എന്നാൽ നിന്റെ വചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നാം ഓരോ ആഴ്ചയും ഏറ്റ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജനം തങ്ങളുടെ അശുദ്ധിയുടെ ഇടങ്ങളെ അവർ തിരിച്ചറിയുകയാണ്. ഈ ജനം അവർ ചെയ്തു പോയ കുറവുകളെ തിരിച്ചറിയുകയാണ്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അവർ പൂർവ്വ കാര്യങ്ങളെ ഓർത്തു. 2, തങ്ങളുടെ അശുദ്ധിയെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അനുതാപത്തിലേക്കുള്ള 3-ാമത്തെ പടി ദൈവത്തിൻ്റെ അസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. They realized the absence of God in their life. ദൈവത്തിൻ്റെ അസാന്നിധ്യത്തെ ജനം തിരിച്ചറിയുകയാണ്. 1-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ 2-ാം പാർട്ടിൽ പറയുന്നു: എൻ്റെ പ്രാണനെ തണുപ്പിക്കേണ്ടതിന് ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു. എൻ്റെ പ്രാണനെ തണുപ്പിക്കേണ്ടതിന്, ഹല്ലേലൂയ, ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത, അവർ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ദൈവത്തെ മിത്രമായും ചില സമയങ്ങളിൽ ദൈവത്തെ ശത്രുവായും കണ്ടു എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടങ്ങളിൽ കൂടെയിരിക്കുന്ന ദൈവം അവരുടെ മിത്രമാണ്, എന്നാൽ തങ്ങളോട് വിയോജിപ്പുള്ള ദൈവം അവരുടെ ശത്രുവാണ്. അതിൻ്റെ പരിണിത ഫലം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിൽ നിന്ന് അകലുകയാണ്. ദൈവ സാന്നിധ്യത്തിൽ നടന്ന ജനമാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ നാം വായിക്കുന്നു: അവർക്ക് രാവും പകലും യാത്ര ചെയ്യത്തക്കവണ്ണം അവർക്ക് വഴികാട്ടേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ജനത്തിൻ്റെ മധ്യേ വസിച്ച ദൈവം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നു: അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിയണം. സമാഗമന കൂടാരമായി ജനത്തിൻ്റെ നടുവിൽ വസിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം
8-ാം വാക്യത്തിൽ ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൻ്റെ അധപ്പതനത്തെ വരച്ചു കാട്ടുകയാണ്. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞർ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ഞാൻ ഇല്ലാതെ പ്രവചിച്ചു. പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടക്കുന്ന ജനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ തണലിൽ നടന്ന ജനം ഇന്ന് തിരിച്ചറിയുകയാണ്, ഈ ആശ്വാസപ്രദൻ ഈ എന്നിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് നാം നോക്കിയ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്രകാരമാണ്. പണ്ട് നമുക്കൊരു കളക്റ്റീവ് സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നു, കുടുംബത്തിന് ഒരു കളക്റ്റീവ് സ്പിരിച്വാലിറ്റി. ഇന്ന് കളക്റ്റീവ് സ്പിരിച്വാലിറ്റി മാറി ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നാം മാറിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്ക്, ബൈബിൾ വായിക്കുന്നത് ഒറ്റയ്ക്ക്. കാരണം കൂടെയുള്ളവരെല്ലാവരും വീടിൻ്റെ പുറത്താണ്. ഒരു കളക്റ്റീവ് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് അമ്മയൊറ്റയ്ക്കും അപ്പനൊറ്റയ്ക്കും കുഞ്ഞുങ്ങളൊറ്റയ്ക്കുമുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് ഞാനും നിങ്ങളും മാറിയിരിക്കുകയാണ്. അമ്മ പള്ളിയിൽ മാത്രം കൊണ്ടുവിടുന്ന ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറായി മകൻ മാറിയിരിക്കുകയാണ്. അമ്മയെ പള്ളിയിൽ കൊണ്ടുവിട്ടിട്ട് പള്ളിമുറ്റത്ത് നിന്ന് മകൻ ഭവനത്തിലേക്ക് തിരിച്ചു പോരും. പ്രിയപ്പെട്ടവരെ, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ തലമുറയെക്കുറിച്ച്. പള്ളിയുടെ വെളിയിൽ ഔട്ടിൽ സ്റ്റാൻഡ് ചെയ്യുന്നവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നമ്മുടെ ഇന്നത്തെ തലമുറകൾ മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസവും വിശ്വാസവും ഒരുപോലെ നമ്മുടെ തലമുറയ്ക്ക് നൽകേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഒരു തലമുതിർന്ന ഒരു സ്പിരിച്വൽ ലീഡർ ഉണ്ടായിരുന്നു, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ, എവിടെയെങ്കിലും യാത്രയാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ഒരു ലീഡർ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇന്ന് അച്ഛന്മാർക്ക് പോലും പള്ളിയിൽ പ്രസംഗത്തിന് ശേഷം ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ചങ്കിടിപ്പാണ്. കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാതെ തീർന്നിരിക്കുന്ന മാർത്തോമ ഇടവക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കണം പ്രാർത്ഥനകളൊക്കെ. ആശ്വാസപ്രദൻ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. ജനം നിലവിളിക്കുകയാണ്, ജനം ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. പ്രാണനെ തണുപ്പിക്കേണ്ടതിന് ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം. യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നത്, നീ നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളിലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിക്കാതെ എൻ്റെ കടാശം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. ഞാൻ നിന്നോട് കരുണ കാണിക്കുകയില്ല. പരിപാലകനായ ദൈവത്തിൻ്റെ അസാന്നിധ്യം വിലാപങ്ങൾക്ക് കാരണമാകുന്നു. ബില്ലി ഗ്രഹാമിൻ്റെ ഒരു സ്റ്റോറിയിൽ ഒരു പോലീസുകാരനെ കുറിച്ച് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ആ പോലീസുകാരൻ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇതാ നഗരവീതിയിൽ ഒരു കൊച്ചു ബാലനിരുന്ന് കരയുന്നു. എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയില്ല, ഞാൻ വഴി തെറ്റി ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ബില്ലി അവിടെ ആ സ്റ്റോറിയിൽ പറയുന്നത്, ആ പോലീസുകാരൻ ചോദിക്കുന്നു, നീ നിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരൊന്ന് പറയാമോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ആ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അറിയില്ല. പോലീസുകാരൻ അവനോട് പല കാര്യങ്ങളും ചോദിക്കുന്നു. ഇന്നടത്താണോ നിൻ്റെ വീട്? അപ്പോൾ ആ കുട്ടിയുടെ കണ്ണ് നിറയുന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പോലീസുകാരൻ അവനോട് ചോദിക്കുകയാണ്, നഗരമധ്യത്തിൽ ഒരു ദേവാലയമുണ്ട്, അവിടെ ഒരു കുരിശുണ്ട്, അവിടെയെങ്ങാണമാണോ നിൻ്റെ ഭവനം? ഇപ്പോൾ ഈ കുട്ടിയുടെ കണ്ണ് വിടരുകയാണ്. അവൻ പറയുകയാണ്, ടേക്ക് മീ ടു ദ ക്രോസ്, ദെൻ ഐ ക്യാൻ ഫൈൻഡ് മൈ ഹോം. ദൈവിക സാന്നിധ്യത്തിലേക്ക്, ആ കുരിശിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോകാമോ? എന്നാൽ എനിക്ക് എൻ്റെ ഭവനത്തെ കണ്ടെത്തുവാനായി സാധിക്കും. ടേക്ക് മീ ടു ദ ക്രോസ്, ദെൻ ഐ ക്യാൻ ഫൈൻഡ് മൈ ഹോം. ആ ക്രൂശിൻ്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോകുമെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തെയും ഭവനത്തെയും കണ്ടെത്തുവാനായി സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അസാന്നിധ്യത്തിൽ നിന്ന് നാം അകലുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ, നമ്മുടെ ജീവിതം തന്നെ നഷ്ടമാവുകയാണ്. എന്താണ് ഈ ആശ്വാസപ്രദൻ അകലുമ്പോൾ ജനത്തിന് ഉണ്ടാകുന്നത്? 1-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, ശത്രു പ്രബലനായിരിക്കുന്നു. The enemy has prevailed.
എൻ്റെ മക്കൾ നശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉയരുന്നത് നിലവിളിയാണ്. ആശ്വാസപ്രദൻ അകലുമ്പോൾ ശത്രുക്കളുടെ അതിക്രമം. എൻ്റെ തലമുറ നശിച്ചിരിക്കുന്നു. 5-ാം അധ്യായം 21-ാം വാക്യം ഇന്ന് നാം കുറിവാക്യമായി വായിച്ച ഭാഗം. ഒരു അനുതാപിയുടെ ഹൃദയത്തിൽ നിന്ന്, ഒരു അനുതാപിയുടെ അതിരത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചത്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ഉയരുന്നത് നിലവിളിയാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ. അനുതാപിയുടെ ഹൃദയത്തിൽ നിന്ന്, അനുതാപിയുടെ അതരത്തിൽ നിന്ന് ഉയരുന്ന വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ അനുതാപത്തിലേക്കുള്ള 3 ചവിട്ടുപടികളാണ്. റിമെമ്പർ ദെയർ ഓൾഡൻ ഡേയ്സ്. തങ്ങളുടെ പൂർവ്വ കാലങ്ങളെ അവർ ഓർത്തു. തങ്ങളുടെ അശുദ്ധിയെ അവർ തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ അസാന്നിധ്യത്തെ അവർ തിരിച്ചറിഞ്ഞു. അനുതാപത്തിലേക്ക് മടങ്ങുവാനുള്ള 3 ചവിട്ടുപടികളാണ്. ഇന്ന് രാത്രികാലം ഈ ഭദ്രാസന കൺവെൻഷനിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുതാപ ഹൃദയം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉണ്ടാകണം. വചന കേൾവികൾ, ഓരോ വചന കേൾവിയും ഓരോ വചന പ്രസവങ്ങളായി മാറണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം ഞാനിവിടെ പറഞ്ഞിട്ട് പോകുമ്പോൾ അതെൻ്റെ ജീവിതത്തെ സ്പർശിച്ചില്ലെങ്കിൽ, എല്ലാ ദിവസവും വേലയ്ക്ക് വന്നിട്ട് ഈ യന്ത്രത്തിന് ഈ എണ്ണ ഇട്ടിട്ട് തിരിച്ചു പോകി കൊയ്ത്തില്ലാതെ തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. എല്ലാ ദിവസം വയലിലേക്ക് വരുന്നുണ്ട്, ഈ യന്ത്രങ്ങൾക്ക് എണ്ണയിടുകയല്ലാതെ കൊയ്യുവാൻ ഇന്ന് ആർക്കും സാധിക്കുന്നില്ല. ഈ അടൂരിൻ്റെ പ്രദേശത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ചില ജീവിതങ്ങളെ ദൈവം തുടട്ടെ. നിന്റെ പിതാക്കന്മാരുടെ നാളുകളെ നീ ഓർക്കുക. നിന്റെ അശുദ്ധിയെ നീ തിരിച്ചറിയുക. എവിടെയാണ് ദൈവത്തിൻ്റെ അസാന്നിധ്യമെന്ന് നീ തിരിച്ചറിയുക. ഒരു മടക്ക യാത്ര നമുക്കുണ്ടാകണം. ജോർജ് എച്ച് മോറിസൺ ഇപ്രകാരം പറയുന്നുണ്ട്: ദ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സീരീസ് ഓഫ് ന്യൂ ബിഗിനിങ്. ദ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സീരീസ് ഓഫ് ന്യൂ ബിഗിനിങ്. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്നത് പുതിയ തുടക്കങ്ങളുടെ പരമ്പരയാണ്. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങളുടെ പരമ്പരയാണ്. വേറൊരു ചിന്തകൻ, കാർലോസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറയുന്നുണ്ട്: ക്രിസ്തു ജീവിച്ചിരിക്കുന്നവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ക്രിസ്തു ജീവിച്ചിരിക്കുന്നവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഉയർപ്പ് മരണത്തിന് ശേഷം മാത്രം തുടങ്ങേണ്ട കാര്യമല്ല, അത് ജീവിച്ചിരിക്കുമ്പോൾ തുടങ്ങേണ്ട കാര്യമാണ്. ക്രിസ്തു ജീവിച്ചിരിക്കുന്നവരെ ഉയർപ്പിച്ച ദൈവമാണെങ്കിൽ ഇത് മരണത്തിന് ശേഷമുള്ള ഉയർപ്പല്ല. ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു ഉയർപ്പ് ഈ വചന കേൾവിയിലൂടെയൊക്കെ ഉണ്ടാകണം. മഹാനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു നല്ല സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹം പ്രഖ്യാപിച്ചപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് ലംഘനം നടക്കുകയുണ്ടായി. അമ്മയോട് പോലും പറയാതെ ബഷീർ കോഴിക്കോട്ടേക്ക് പോയി സമരത്തിൽ പങ്കെടുത്തു. പോലീസ് മർദ്ദനം ഏൽക്കുന്നു. പിന്നീട് ജയിലിലായി. നാളുകൾ കഴിഞ്ഞ് ജയിൽ മോചിതനായി. അമ്മയോട് പറയാതെ പോയതുകൊണ്ട് അമ്മയെ കാണാൻ ഒരു മടിയാണ്. കൂട്ടുകാരെല്ലാം പറഞ്ഞു, നീ തിരിച്ചു എന്ന് അമ്മയെ കാണണം. മനസ്സില്ല മനസ്സോട് ബഷീർ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ദൂരത്ത് നിന്ന് കണ്ടു വീട്ടിൽ അമ്മയുണ്ട്. കാരണം ഉമ്മറത്ത് ഒരു നിലവിളക്ക് ഇങ്ങനെ എരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വീടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വിളമ്പി വെച്ച ചോറ്, ആ ചോറിന് മുൻപിൽ പോയിരുന്നു. അമ്മയും കൂടെ വന്നിരുന്നു. അമ്മേ, ഞാൻ ഇന്ന് മടങ്ങി വരുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാമായി? അപ്പോൾ പറഞ്ഞു, എല്ലാ ദിവസവും ഈ ഉമ്മറത്ത് നിലവിളക്ക് കത്തിച്ച് ഈ ചോറും വിളമ്പി വെച്ച് നിന്നെയും കാത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. കാരണം എനിക്കറിയാം
നീ എന്നെങ്കിലും ഹല്ലേലൂയ മടങ്ങി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ ഒരു ദിവസം ഹല്ലേലൂയ ഈ നിലവിളക്കിൻ്റെ മുൻപിലും ഈ അത്താഴത്തിന് മുൻപിലേക്കും നീ മടങ്ങി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഭദ്രാസന കൺവെൻഷനിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ചില ജീവിതങ്ങളെ ദൈവം തൊടുകയാണ്. ചില ജീവിതങ്ങളോട് അനുതാപത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അവൻ ഉമ്മറത്ത് അത്താഴം വിളമ്പി നിലവിളക്കും കത്തിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. കാരണം എന്നെങ്കിലും നീ മടങ്ങി വരുമെന്ന്, എന്നെങ്കിലും നീ മടങ്ങി വരുമെന്ന് അവന് ഉറപ്പുണ്ട്. കർത്താവ് കാൽവറിൽ ക്രൂശിലൂടെ നമ്മെ വീണ്ടെടുപ്പിലേക്ക് നയിച്ചപ്പോൾ ഇംഗ്ലണ്ടുകാരനായിരുന്ന വില്യം കൂപ്പർ ഇങ്ങനെ എഴുതി. അതിൻ്റെ മലയാള പരിഭാഷ റവൻ ടി കോശിയച്ചൻ ഇപ്രകാരമാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം പാപക്കാര നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും പാപക്കാര നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരു എൻ പേർക്കേശു മാറിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാ രക്തം ചിന്തി യേശു. പാപമെന്നിൽ നിന്നു നീക്കാ രക്തം ചിന്തി യേശു. പൂർവ്വദിനങ്ങളെ ഓർക്കുക, നമ്മുടെ അശുദ്ധിയുടെ അവസ്ഥകളെ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ അസാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു അനുതാപ ജീവിതത്തിലേക്ക് ചുവടുകൾ വയ്ക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.